ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേര് ഞാൻ എടുത്തു പറയുകയുണ്ടായി. അതിലൊന്നാണ് നമ്മുടെ തനി മലയാളി എന്ന ഒരു യൂട്യൂബർ. അപ്പം ഈ ഒരു ആരോപണം വന്നതിന് ശേഷം പുള്ളിക്കാരി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനായിട്ടുള്ള ക്ലാരിഫിക്കേഷനൊക്കെ ആയിട്ടൊരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എൻ്റർ ചെയ്യുന്നതും ഒക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫീച്ചേഴ്സൊന്നും ഞാൻ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ആ ആപ്പിൽ വലിയ പ്രശ്നങ്ങളൊന്നും എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു 2-3 മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷണൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത്. അതിനുശേഷം മാസങ്ങൾ ഇടവിട്ട് 4 പ്രൊമോഷണൽ വീഡിയോ ആണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡ്യൂറേഷനിൽ ഈ ആപ്പിന് അഗേൻസ്റ്റ് വലിയൊരു എലിഗേഷനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് ഞാൻ വായിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്തും ഏതൊരു ആപ്പിനും, ഏതൊരു ഡേറ്റിംഗ് ആപ്പിനും അല്ലെങ്കിൽ ഏതൊരു സ്ട്രേഞ്ചേഴ്സിനെ ഓൺലൈൻ മീറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു ആപ്പിനും വരാൻ സാധ്യതയുള്ള കുറെ പ്രശ്നങ്ങളാണ് ഈ ഒരു ആപ്പിൽ എന്റെ പെർസ്പെക്റ്റീവിൽ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ പറയുന്നത് തനി മലയാളി അത് ആ ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ആ യൂസ് ചെയ്തിരുന്നപ്പോഴത്തേക്കും അവർക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയിരുന്നില്ല എന്നും ഈ അലിഗേഷൻസ് ഒന്നും, ഈ ആപ്പിനെ കുറിച്ചിട്ടുള്ള ഈ അലിഗേഷൻസ് ഒന്നും ആ ടൈമിൽ രംഗത്തുണ്ടായിരുന്നില്ല എന്നുമാണ് അവർ മെൻഷൻ ചെയ്യുന്നത്. ഒരു എയർബിഎൻബി നമ്മൾ എടുക്കുകയാണെങ്കിലും എങ്ങനെയാണ് അവിടെ വരുന്ന ആൾ ആ ഒരു എയർബിഎൻബി ഉപയോഗിക്കുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാനന്ന് അതിനെ നോക്കി കണ്ടത്. അതിനുശേഷം നമ്മൾ ഈ 4ാമത്തെ പ്രൊമോഷണൽ വീഡിയോ ലൈവ് പോയതിനു ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ 2 പേര് എനിക്കൊരു യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്തു. അതിൽ കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില മെസ്സേജസ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. 2 പേരുടെ മെസ്സേജാണ് ഞാൻ ശ്രദ്ധിച്ചത്. അത് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പ് ഉപയോഗിച്ച് ഒരു ലേഡിക്ക് ഉണ്ടായ ഒരു മോശമായ അനുഭവമായിരുന്നു അവർ ആ ഒരു പെർട്ടിക്കുലർ ആപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പെർട്ടിക്കുലർ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണ്ടു. എനിക്ക് മെസ്സേജ് അയച്ച ഈ 2 ആൾക്കാരായിട്ടും ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവും അവരുടെ പെർസ്പെക്റ്റീവും ഡിസ്കഷനിൽ വന്നു. നമ്മൾ കുറച്ചു നേരം അത് ഡിസ്കസ് ചെയ്തു. ഇത് യൂസ് ചെയ്ത ഒരു ആള് യൂട്യൂബിൽ തന്നെ ഇതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അവരുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവരതിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അത് ഷെയർ ആയതിനു ശേഷം ഇവർക്ക് ഈ ആപ്പിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുകയും ഇതിൽ അവർ കൊളാബ് ചെയ്തിരുന്ന കാര്യങ്ങളും എല്ലാം അവരതിൽ നിന്ന് സ്റ്റോപ്പ് ആക്കി എന്നാണ് പറയുന്നത്. ഒരു കാര്യം മോശമായി പോകുന്നില്ല എന്നായിരുന്നു ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എഗെയിൻ ഇതൊരു പെർസ്പെക്റ്റീവ് ആണ്, നിങ്ങൾ എല്ലാവരും ഇതിനോട് യോജിക്കണമെന്നില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ ഒരു വീഡിയോയിൽ ആ ഒരു ലേഡി വളരെ ജെന്യുവൻ ആയിട്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടം തൊട്ടാണ് അവർ പറയുന്നത് അവർക്ക് ആ ഇതിൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്ന അവരുടെ എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം ആ പർട്ടിക്കുലർ ആപ്പുമായിട്ടുള്ള കൊലാബ് അവർ ക്യാൻസൽ ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഇവിടം തൊട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത് വരെ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനായി ഇനി ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ 1-2 സ്ക്രീൻഷോട്ട്സ് എനിക്ക് എന്തോ ഇന്നലെ തപ്പി കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലാസ്റ്റ് കൊളാബറേഷന് ശേഷവും 3 തവണ ഈ ഒരു ആപ്പിനെ കൊളാബറേഷന് വേണ്ടി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ആദ്യം ഞാൻ പറയുന്നുണ്ട് ഫ്യൂ മന്ത്സിന് ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ലേറ്റർ ഫെബ്രുവരിയിൽ വന്ന ഒരു കൊളാബറേഷൻ റിക്വസ്റ്റ് ആണത്. അത് ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു ആപ്പിനായിട്ട് ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് അപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഒപ്പം തന്നെ ആൾക്കാരുടെ ഇടയിൽ കുറച്ച് ഈ ഒരു ആപ്പിന് ഒരു നെഗറ്റീവ് ഇമേജ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ആപ്പ് ഞാൻ ഇനി പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ആപ്പ് മോശമാണ് അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ആൾക്കാരെ അത് മോശമായി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കി താങ്കൾ പ്രൊമോട്ട് ചെയ്ത ആപ്പാണ് എന്ന് കരുതി തന്നെ അത് ക്യാൻസൽ ചെയ്യാനും അത് വീണ്ടും അവരുമായിട്ടുള്ള കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനായിട്ട് കാണിച്ച തനി മലയാളിയുടെ ആ ഒരു മനസ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ബാക്കി എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഇത് പ്രൊമോട്ട് ചെയ്ത ഒരു ഇൻഫ്ലുവൻസർ വന്നിട്ട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അത് തിരുത്തുകയും അതിനെക്കുറിച്ചിട്ട് വീഡിയോ ഇടുകയും അവർ ചെയ്തു. അതൊരു നല്ല കാര്യമാണ്. അപ്പം നമ്മുടെ തെറ്റുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് തിരുത്തി അവർ പബ്ലിക്കായിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് അത് പറഞ്ഞു, ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, അത് മനസ്സിലായതിനു ശേഷം അവരത് പ്രൊമോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള എവിഡൻസും കാര്യങ്ങളും എല്ലാം അവരത് അവരുടെ വീഡിയോ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരുടെ വീഡിയോ അവരുടെ ചാനലിൽ അത് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് നോക്കാം. പക്ഷെ മറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോഴും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, എന്നാൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്നവരുണ്ട്. അതിനൊന്നും ഒരു ആൻസേഴ്സ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ ഫ്രണ്ട് ആപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ലൈഫ് ഓഫ് അനന്തു എന്നുള്ള ഒരു യൂട്യൂബർ, ഞാൻ ഫോളോ ചെയ്യുന്നൊരു യൂട്യൂബറാണ്, അദ്ദേഹം കുറച്ച് എവിഡൻസുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണുകയുണ്ടായി. അപ്പം അത് നമുക്ക് ഒന്ന് നോക്കാം. എത്ര നേരം വേണമെങ്കിലും എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കാം. ഇനി 1 മിനിറ്റിന് 7 റുപ്പി എന്നുള്ള രീതിക്കായിരിക്കും സാലറി തരണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ
ഫ്രണ്ട് ആപ്പും ഇങ്ങനെ തന്നെയാണ് ഹയർ ചെയ്യുന്നത്. അതുപോലെ 2-3 ആപ്പിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഇതിൻ്റെ എല്ലാം പേർപ്പസും ഇതെല്ലാം ഒരേ മെത്തേഡിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഇതിൽ വർക്ക് ചെയ്യാൻ ഹൗസ് വൈഫ്സും എത്രയോ പ്രായമുള്ള ആൾക്കാരെ വരെ ഉണ്ട് എന്ന് പറഞ്ഞു. അയാളുടെ മോഡ് ഓഫ് ടോക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഫ്ലോട്ടിംഗ് ആയിരുന്നു. ഇയാൾ എനിക്ക് ട്രെയിനിങ് തരാമെന്ന് പറഞ്ഞു. ആ ട്രെയിനിങ് എന്ന് പറയുന്നത് അയാളോട് 7 days ഫ്ലേർട്ട് ചെയ്യണം എന്നതാണ് അയാൾ പറഞ്ഞ ട്രെയിനിങ്. എൻ്റെ ഫസ്റ്റ് ഡേ എന്നെ ഇത് കേട്ടപ്പോൾ സോ ഇത് കേട്ടപ്പോൾ തന്നെ ആ കുട്ടി ബാക്ക് ഓഫ് ചെയ്തു, ജോലി വേണ്ട എന്ന് വെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇപ്പം ജോലി അന്വേഷിച്ചിപ്പം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണെങ്കിലും ഇപ്പം കോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ ജോലി അന്വേഷിക്കുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട്. OLX പോലുള്ള സൈറ്റുകൾ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ തന്നെ ഇതുപോലുള്ള ആഡ് കണ്ടിട്ട് നിങ്ങളെ വിളിക്കുമ്പോഴത്തേക്കും ഇതുപോലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ എങ്ങനെ വിശ്വസിച്ച് നമ്മൾ ജോലിക്ക് പോകും? എങ്ങനെ പോകും? ടെലികോളിംഗ് ഒക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ എല്ലാ സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവരും ചെയ്യുന്നതാണ്. അത്യാവശ്യം ലാംഗ്വേജ് അറിഞ്ഞിരിക്കാനും അത്യാവശ്യം സ്മാർട്ടായിട്ട് സംസാരിക്കാനും പറ്റുമെങ്കിൽ ടെലികോളിംഗ് ഒക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ അതിലൂടെ ഇങ്ങനെയുള്ള ഡേറ്റിംഗ് ആപ്പും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചതിക്കുഴികളിലേക്ക് കുട്ടികളെ ഹയർ ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് ഗേൾസ് ബി സേഫ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.